പക്ഷേ നമ്മുടെ അയോധ്യയിൽ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന, ഒരു കൊല്ലം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ക്ഷേത്രമാണ്. ഇപ്പോൾ തിരുപ്പതി ഉണ്ട്, ശബരിമലയൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ സീസണിലാണ്. മറ്റത് ഒരു എല്ലാ വർഷവും തന്നെ എല്ലാ ദിവസവും തന്നെ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ് അയോധ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ 18,000 രൂപ 22,000 രൂപയൊക്കെ എടുക്കുന്ന ശമ്പളമുള്ള ആളുകൾ വലിയ ധനാഢ്യരായിട്ടുണ്ട്. അവർ 50 കോടി രൂപയാണ് നേരത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നിട്ടുള്ള ഒരാൾ സമ്പാദിച്ചിട്ടുള്ളത്. അയാളുടെ വീഡിയോയിൽ വന്നിട്ട് അയാൾ പറയുന്നത് അത് ഓട്ടോ ഓടിച്ച് മിച്ചം പിടിച്ചൊക്കെ സമ്പാദിച്ചതാണ് 50 കോടി രൂപ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമുക്കിപ്പോൾ അവിടെ വലിയ കൊള്ള നടന്നു, ഏതാണ്ട് 1,500 കോടി രൂപയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു, ഇനിയും അത് കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളത് കേൾക്കുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ പോലും എനിക്ക് ചോദിക്കുന്നുള്ളത്, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഒരു നാമജപ ഘോഷയാത്ര പോട്ടെ, ഒരു പ്രതിഷേധ പ്രകടനം വേണ്ട, അല്ലെങ്കിൽ ഒരു നാമജപ ഘോഷയാത്രയോ പോലും ഇല്ലാത്തത് എന്താണ്? ആളുകൾക്കൊരു ഹിന്ദു വികാരങ്ങളൊന്നും വ്രണപ്പെടാത്തത് എന്താണ് എന്നുള്ളതാണ്. മാഷൊരു ആലോചന എന്താണ്? അല്ല, അത് ചോദിക്കാം. നമ്മളത് ചോദിക്കുമ്പോഴും അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അതെ. കാരണം എന്തുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ വികാരം വ്രണപ്പെടാത്തത്? രാമനെ കട്ടിട്ട്, രാമൻ എന്ന് പറയുന്നതൊരു വികാരമാണ് എന്നാണ് നമ്മൾ പലയിടങ്ങളിലും വിശ്വ ഹിന്ദു പരിഷത്തും അതേപോലെ തന്നെ സംഘപരിവാർ സംഘങ്ങളും നടത്തുന്ന ഘോഷയാത്രകളും പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. ജയ് ശ്രീറാം അതൊരു വൈകാരിക പ്രകടനമാണ്. അത് ആക്രമണോത്സുകമായിട്ടുള്ള രീതിയിൽ അരങ്ങേറി പല സ്ഥലത്തും ആളുകളെ വരെ ഈ ജയശ്രീം വിളിച്ചെന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചു കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ശക്തവും തീക്ഷ്ണവുമായിട്ടുള്ള വികാരം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പേരാണ് രാമൻ. ആ രാമൻ്റെ ക്ഷേത്രം അയോധ്യ എന്നത് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ 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 പ്രാധാന്യമേറിയ ഒരു അധ്യായമാണ് എന്ന് നമുക്കറിയാം. ഞാൻ ഈ രാമക്ഷേത്ര നിർമ്മാണം നടക്കുന്നതിന് മുമ്പാണ് അയോധ്യയിൽ പോയിട്ടുള്ളത്. അയോധ്യയിൽ പല സ്ഥലത്തും രാമക്ഷേത്രങ്ങൾ ഉള്ള ഒരു കാലമായിരുന്നു. നിരവധി രാമക്ഷേത്രങ്ങൾ ഉള്ളൊരു കാലമാണ് അത്. ശരി, എല്ലായിടത്തും പക്ഷേ ഒരുപാട് ആളുകൾ വരികയും ചെയ്യും. ഒത്തിരി ആളുകൾ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയിരുന്നത് അവിടെ വരുന്നതിൽ ബഹുഭൂരിപക്ഷ ആളുകൾ. പക്ഷേ പുതിയ അയോധ്യ രാമക്ഷേത്രം വന്നതിന് ശേഷം അതിന് മാറ്റം വന്നിട്ടുണ്ട്. ശരി, കാരണം അതൊരു ഹൈടെക് ക്ഷേത്രമായിട്ട് മാറി. അതോടൊപ്പം തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഹൈടെക് സംവിധാനത്തിലേക്ക് മാറി. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ പോലും ഹൈടെക്കായി മാറി അല്ലേ? എല്ലാം ഒരുപാട് ഹോട്ടൽ ശൃംഖലകൾ വന്നു. കാരണം VIP വരുന്ന ഒരിടമായി, വലിയ ഹോട്ടലുകൾ പോലും വന്നിട്ടുണ്ട്. അതെ, VIP വരുന്ന ഒരിടമായി അത് മാറി. അതാണ് അതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഏതാണ്ട് എല്ലാ ദിവസവും വരികയും അവരുടെ വിശ്വാസം പണമായും സ്വർണമായും വെള്ളിയുമായിട്ടൊക്കെ കാണിക്കയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് മുഴുവനും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ കൊള്ള ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പുതിയ വാർത്ത. 1000 മുതൽ 1200 കോടി രൂപ വരെ ഉള്ള ഒരു കൊള്ള. അപ്പോൾ ഞാൻ നേരത്തെ ഇത് 50 ലക്ഷമാണ് ഈ ഡ്രൈവറുടെ സമ്പാദ്യം എന്നറിയില്ല, അത് 50 കോടിയാണ് എന്ന്. അല്ല, അത് ഞാൻ പത്രത്തിൽ വായിച്ചതും 50 കോടി എന്ന് തന്നെയാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നു. കാരണം ഈ 50 കോടി നമുക്ക് നമ്മുടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് കാരണം അയാൾ ഓട്ടോറിക്ഷ ഓടിച്ച് 50 കോടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢിയാക്കുകയാണെന്നുള്ള എൻ്റെ അർത്ഥം. അതൊരു പ്രശ്നമാണല്ലോ. അങ്ങനെ പറയുന്നതിന് യാതൊരു നാണവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് വേർപ്പൊഴുക്കി ഉണ്ടാക്കിയതാണ് 50 കോടി എന്നൊരുത്തമെന്ന് പറയുമ്പോഴേ അത് ഇന്ത്യയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പണം അവർ എടുത്തുകൊണ്ട് പോയപ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്ന ദിവസം മുതൽ അറിയാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. പെട്ടെന്ന് ഇപ്പോൾ ഒരു വാർത്തയായി വന്നതല്ലേ ഉള്ളൂ. കേരളത്തിൽ ശബരിമല കൊള്ള നടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. മാഷോട് ഒരു കാര്യം ഏറ്റെടുക്കൊന്ന് സൂചിപ്പിച്ചോട്ടെ. മാഷ അറിയേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ ഈ സ്ഥലം മേടിക്കുമ്പോൾ തന്നെ വലിയ അഴിമതി ഉണ്ട്. അതായത് 2 കോടി 2.5 കോടി രൂപയിൽ താഴെ വരുന്നൊരു സ്ഥലം 5 മിനിറ്റ് മുമ്പ് ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ആ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്വന്തം പേരിൽ 5 മിനിറ്റ് മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലം ഞാൻ നേരെ മറിച്ച് 18 കോടി രൂപയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന ആരോപണം നേരത്തെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നേരത്തെ പിടിക്കാം. അല്ല, ഇതിപ്പോൾ അറിയാനായിട്ട് സംഭവമല്ല അത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശബരിമലയിൽ കൊള്ള നടക്കുന്നു എന്നുള്ള കാര്യം ആളുകൾക്ക് അറിയാമായിരുന്നതാണ്, ചെറിയ തോതിൽ അറിയാമായിരുന്നതാണ്. പക്ഷെ അതൊക്കെ
ഇത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കാലം ഒരുപാട് എടുത്തു എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അധികാരത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അധികാരത്തിൻ്റെ തണലിരുന്ന ആളുകളിന് കൊള്ളാടത്തി കഴിയുമ്പോൾ അത് പുറത്തായാൽ പോലും അത് പരസ്യമാക്കാനായിട്ടുള്ള ധൈര്യം ആരും കാണിക്കില്ല. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ കളവൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ആരോപണം വരുന്നുണ്ട്, ചെറിയ ചെറിയ വാർത്തകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അത് ഇന്നത്തേതുപോലെ പ്രകടമാക്കപ്പെട്ടതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയം കാണും. യു പിയിലെ തിരഞ്ഞെടുപ്പ് വരാൻ പോകും 10 മാസവും അല്ലേ? ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശരിക്കും ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന നേതാവിന് പണി കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അകത്തളങ്ങളിലുള്ള ആളുകൾ ശ്രമിച്ചതാണോ എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് പാർട്ടിയുടെ ഒരു പ്രശ്നമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇന്ത്യയുടെ വലിയ ഒരു വിശ്വാസ മുദ്രയായി മാറിയ രാമൻ കൊള്ളയടിക്കപ്പെടും. രാമൻ കൊള്ളയടിക്കപ്പെട്ടിട്ട് ആർക്കൊരു വികാരമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ രാമനെ ചൊല്ലി അവർ നടത്തിയിരുന്ന എല്ലാ കലഹങ്ങളുടെയും എല്ലാ വികാരങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് രാമനോടുള്ള ഭക്തിയല്ല, രാമനെ വിൽക്കാനും ഉപയോഗിക്കാനുമുള്ള അവരുടെ കൗശലമായിരുന്നു എന്ന് വ്യക്തമാകുകയാണല്ലോ ചെയ്യുന്നത്. കാരണം ഇത് വൈകാരികമായിട്ട് പൊട്ടിത്തെറി ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. ശരി, ആ പൊട്ടിത്തെറി ഇല്ല. ഒരാളും എന്താണ് രാമഭക്തന്മാരുടെ പാട്ട് പോലും നമ്മൾ ഒരിടത്തും കേൾക്കുന്നില്ല. പ്രതിഷേധത്തിൻ്റെ കലാപത്തിൻ്റെ രാമജപ ഘോഷയാത്ര എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു സ്ഥലത്ത് നടന്നിട്ടില്ല. കേരളത്തിൽ നമ്മൾ ഈ അയ്യപ്പനെ മോഷ്ടിച്ച സമയത്ത് അതുപോലെ വലിയ ഒരു പ്രകടനവും പ്രതിഷേധവും കണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിൽക്കുന്ന സമയത്താണ് എന്തോരം സ്ത്രീകൾ, പ്രത്യേകിച്ച് ഈ നായർ കുടുംബങ്ങളിലൊക്കെ വരുന്ന സ്ത്രീകൾ ആവേശഭരിതരായിട്ട് ഈ അയ്യപ്പൻ്റെ സ്വർണ്ണ മോഷണത്തിൽ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ശരിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവർക്ക് ആർക്കും വിശ്വാസമൊന്നുമില്ല. ഇവരുടെ ഓരോരുത്തരുടെയും കാര്യത്തിന് വേണ്ടിയിട്ട് അയ്യപ്പനെ ഉപയോഗിക്കും, അതേപോലെ തന്നെ രാമനെ ഉപയോഗിക്കും. അയ്യപ്പനും രാമനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉപകരണങ്ങൾ മാത്രമാണ് ശരിക്കും എന്ന് തെളിയിക്കപ്പെട്ടൊരു സംഭവം ഇത് മാറി. അല്ല, ശരിക്കും പറഞ്ഞാൽ മാഷ് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ ഇവിടെ പല നേരത്തെ യുക്തിവാദി സംഘങ്ങളുണ്ടായിരുന്നു, മാഷൊക്കെ അറിയാലോ, ഇടമുറൊക്കെ ഉണ്ടായിരുന്നു കേരള ശബ്ദത്തിൻ്റെയൊക്കെ. അതിനുശേഷം ഇപ്പോൾ രവിചന്ദ്രൻ വരെ വന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെക്കാളൊക്കെ യഥാർത്ഥ യുക്തിവാദി എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളാണ്. കാരണം അവർക്കറിയാം രാമന് ഒരു കാരണവശാലും കൂടി ഇല്ലെന്നുള്ളത്. കാരണം ഈ പറയുന്ന ടിന്നു യാദവ് എന്ന് വിളിക്കുന്ന ഇയാള്, രാംശങ്കർ യാദവ് എന്ന് പറയുന്ന ഇയാൾക്കായിരുന്നു അവിടെ ഈ പണം സൂക്ഷിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കീ എന്ന് പറയുന്നത്. ഞാൻ ചില ആളുകളൊക്കെ അന്വേഷിക്കുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ വീഡിയോ ഇട്ടതെന്ന് നമുക്കൊരു അത്ഭുതം ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിക്കണേ തുല്യമല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ പുള്ളിയുടെയും ഈ കട്ട ആളുകളുടെയും ഒക്കെ ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ ഇവർക്ക് 18,000 22,000 രൂപ ശമ്പളമുള്ളവരാണെന്ന് ആലോചിക്കണം. പക്ഷേ അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണെന്നറിയോ, ഞങ്ങൾ മുഴുവനൊന്നും അടിച്ചു മാറ്റിയില്ല, കുറച്ചെല്ലാം അടിച്ചു മാറ്റിയുള്ളതാണ്. അതായത് അവിടെ വന്ന പണത്തിൻ്റെ വേണമെങ്കിൽ അവർക്ക് മഹാഭൂരിപക്ഷം എടുത്തിട്ട് പോകാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു, എന്നിട്ടും അത് മാറ്റിയില്ലെന്നാണ്. പിന്നെ മാഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ അവിടെ 60,000-നും 1,00,000-നും അടക്കം ആളുകളാണ് വരുന്നത്. ഒരു 80,000 പേര് പെർ ഡേ വന്നിട്ട് പോകുന്നുണ്ട്. ഈ ആ പെർ ഡേ 80,000 വന്നിട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ദിവസത്തെ വരുമാനം 150 കോടിയാണ് ഒരു കൊല്ലം ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഏതാണ്ട് ഒരു ദിവസത്തേക്കുള്ള വരുമാനം 50 ലക്ഷം രൂപ വരണുള്ളൂ. 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മാഷ അറിയേണ്ടത് ഒരാൾ ഏതാണ്ട് 62 രൂപയോടെ കൊടുക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊള്ള ഒരു 10,000 കോടി രൂപയുടെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് തരത്തിലുള്ള വരുമാനമാണ്. ഒന്ന് 3,500 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ വരുമാനമുണ്ട്, പ്ലസ് ഈ വരുന്ന 150-170 കോടി രൂപയുടെ വരുമാനമുണ്ട്. ഈ 170 കോടി രൂപയുടെ വരുമാനമല്ല അവിടെ വരേണ്ടതെന്നാണ് ഒരു കാര്യമുള്ളത്. അതായത് കണക്കിൽ തന്നെ വലിയ തട്ടിപ്പുണ്ട്. പിന്നെ ഇന്നിപ്പോ ഈ പറയുന്ന ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, VHPയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്, ചമ്പത്രായനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആളുകൾ നേരത്തെ ബാങ്കുകൾ ഇവരെ വാൺ ചെയ്തിരുന്നു, ഇത് അവിടെ എന്തോ ക്രമക്കേട് നടക്കേണ്ടതുള്ളത് വാൺ ചെയ്തിരുന്നു. പിന്നെ ഇതിൽ ഒരാൾ മാത്രമല്ല, ഇപ്പം ഈ ഒരാളുടെ കേസാണ് നമ്മൾ 50 കോടി എന്ന് പറഞ്ഞാൽ, ബാക്കി എല്ലാവരും തന്നെ വലിയ ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതം, അതായത് 2 നില വീടുകൾ, നിരവധി പ്രോപ്പർട്ടികൾ, ഇയാൾക്ക് തന്നെ 8 പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധി പ്രോപ്പർട്ടികൾ മേടിച്ച് വലിയ സുഖലോലുപതയോടുകൂടി ജീവിക്കുന്നവരാണ് അവിടെ 15,000 20,000 കിട്ടുന്ന സ്റ്റാഫ് പോലും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ കൊള്ളയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ പക്ഷേ
ഇപ്പൊ ഭാഷ പറഞ്ഞ പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ അത് CPM തെറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ CPM ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ എടുത്തിട്ടില്ല. നമുക്കറിയാം അദ്ദേഹം വലിയ ഇതുണ്ടാക്കിയത് പത്മകുമാർ, ആ അദ്ദേഹം അടക്കം CPM ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അങ്ങനെ പെട്ടപ്പോൾ കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രചരണം എന്ന് പറയുന്നത് സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം പാർട്ടിക്ക് അതിൻ്റെ ചീത്തപ്പേരും വന്ന് മൊത്തം പാർട്ടി ഏറ്റെടുക്കേണ്ടത്. ഇപ്പം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇത് ഈ ട്രസ്റ്റിനകത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോമിനികളുണ്ട്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് തന്നെ ഒരു IAS ഉദ്യോഗസ്ഥനാണ് നേതൃത്വം വഹിച്ചത്. രണ്ടാമത്തേത് ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിന് നോമിനികളുണ്ട്. പക്ഷെ ഇപ്പോൾ പോലും നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അയോധ്യ കൊള്ള എന്നല്ല, പകരം അയോധ്യ സംഭാവന കൊള്ള എന്നാണ് ഒന്ന്. രണ്ടാമത്തേത് ഇത് VHPയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള VHPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ് ഈ പറയുന്ന ഇപ്പം പ്രശ്നത്തിലായിട്ട് സമ്പത്ത് ചമ്പത്രായി. കൂടാതെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഓണറാണ്. ട്രസ്റ്റിനകത്ത് തന്നെ യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം രാംലല്ലക്കാണ് നമ്മൾ ഭൂമി എഴുതി കൊടുത്തേക്കണേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ട് അതിനകത്ത്, കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണമുണ്ട്. അപ്പം എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ ഇതൊരു പബ്ലിക് മാറ്ററായിട്ട് പോലും ഈ BJPക്കോ അല്ലെങ്കിൽ VHPയുടെ അടുത്തേക്കോ അവർ ഒരു കള്ളന്മാരാണെന്നുള്ള നിലക്കുള്ള പ്രചരണം നമ്മുടെ സോഷ്യൽ മീഡിയയോ ഈവൻ നാഷണൽ മീഡിയ ഒട്ടും തന്നെ നടത്തുന്നില്ല എന്നുള്ളതും കേരളത്തിൽ പോലും അത്തരത്തിലുള്ളൊരു ചലനം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാഷ് പറഞ്ഞ പോലെ പിന്നെ ഇവർക്ക് എന്താ വിശ്വാസമുള്ളത്? യഥാർത്ഥത്തിൽ രാമനിൽ വിശ്വാസമുണ്ടെങ്കിൽ ആര് കേട്ടാലും ചോദിക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേരളത്തിലെ ശബരിമല കൊള്ള എന്ന് പറയുന്നത് തീർച്ചയായിട്ടും CPM ഉത്തരവാദിത്വമുണ്ട്. CPM തലയിൽ തന്നെയാണ് അത് ഇരിക്കേണ്ടത്. അതിലൊന്നും നമുക്ക് തർക്കമില്ല. അതേപോലെ തന്നെ ഈ അയോധ്യയിലെ കളവിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം BJPയും RSSും സംഘപരിവാറും ഏറ്റെടുക്കുന്നതാണ്. കാരണം അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടതാണ്. എൻ്റെ ഒരു സോഷ്യൽ അക്കൗണ്ടബിലിറ്റി തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഇത് ചെയ്യുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത് മുഴുവനും കട്ടെടുത്തത് പിണറായി വിജയനാണെന്നാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ VS പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടല്ലോ, വെറുക്കപ്പെട്ടവൻ. അങ്ങനെ കേരളത്തിൽ വെറുക്കപ്പെട്ടവനായിട്ട് പിണറായി വിജയൻ മാറിയപ്പോൾ ഈ മുഴുവൻ കട്ടത് പിണറായി വിജയനാണെന്നും പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്കാണോ കൊണ്ടുപോകണമെന്നും ഒരു നാണമില്ലാതെ കേരളീയർ മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അവരുടെ നാണമില്ലായ്മയെ അല്ല ചോദ്യം ചെയ്യുന്നത്, അങ്ങനെ അവർക്ക് പറയാം. പക്ഷെ അങ്ങനെ പറയുന്ന അവർ തീർച്ചയായിട്ടും ഇപ്പോൾ പറയേണ്ടത് ഇത് മുഴുവൻ കട്ടത് മോദിയാണെന്ന് പറയേണ്ടത് അല്ല. അതെ, ആ നരേറ്റീവ് ഉണ്ടാവുന്നില്ല. ഉണ്ടാവുന്നില്ല. അതെ, രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ പൊളിറ്റിക്സാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്. രണ്ടാമത്തത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ അവിശ്വാസികളാണ്. അവിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ സ്വർണം കക്കാം, പണം കക്കാം. കാരണം അവർ അവിശ്വാസികളാണല്ലോ. അവർ ദൈവത്തിൻ്റെ ശക്തിയില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കട്ടുകൊണ്ടുപോയാണെന്ന് പോലും വിശ്വാസികൾ വിശ്വസിച്ചളെ. പക്ഷേ ഇവിടെ രാമൻ്റെ വിശ്വാസികൾ അവർ കക്കില്ല എന്നാണ് അവരിപ്പോഴും പറയുന്നത്. അല്ല, എനിക്ക് ഏറ്റവും വലിയ തമാശ ഭാഷ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ അവിശ്വാസികളെക്കാൾ അപകടകാരികളാണ് കപട വിശ്വാസം നമ്മുടെ അടുത്ത് കാണിക്കുന്നവർ എന്നുള്ളത് ജനം ഇനിയെങ്കിലും മനസ്സിലാക്കണം. അല്ല, നല്ല വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞത് കാര്യമായിട്ടൊന്നും ഇല്ല. ഇല്ല, കറക്റ്റ്. ആവശ്യമുള്ള കള്ളന്മാരാണ്. മനസ്സിലായി. അവര് വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നു എന്നല്ലാണ്ട് വേറെ പ്രത്യേകം. ശബരിമല കൊള്ള നടക്കുമ്പോൾ തന്ത്രി പ്രധാനപ്പെട്ട കക്ഷിയല്ലേ? അതെ, തന്ത്രി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളാണ്. കളമെടുത്തുന്നതിൽ അയാൾക്ക് യാതൊരു വിമുഖതയില്ലെങ്കിൽ പിന്നെ ഏത് വിശ്വാസി? തന്ത്രികൾക്ക് വലിയ ഏത് വിശ്വാസിയാണ് ഉള്ളത്? അപ്പം മൊത്തം വിശ്വാസികൾക്കൊക്കെ ദരിദ്രരായ കുറെ മനുഷ്യരുണ്ട്, സാധാരണക്കാർ. അവർക്ക് ഇതൊക്കെ ഉണ്ടാവും വിശ്വാസം. അല്ല, ഇതിൽ മാഷ് പറഞ്ഞ ഒരു ആംഗിള് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അത് ആ ആംഗിള് എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, മാഷ് പറഞ്ഞ പോലെ ഇത് യോഗി ആദിത്യനാഥിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ചെയ്തതാണെന്ന് പറയുന്ന നരേറ്റീവ്സ് ഒക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്, പല പത്രങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഭാഷ അറിയേണ്ടത് അതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ വിചാരിക്കാത്തതിൻ്റെ കാരണം ഈ ഭക്തിയും അതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകളെ പോളറൈസ് ചെയ്യലൊക്കെ BJPയുടെ ഒരു ലാർജർ പ്ലാനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മരത്തിൻ്റെ ലെവലിൽ നിൽക്കുന്ന അവരുടെ ഒരു വലിയ പ്ലാനിനെ ഈ യോഗി ആദിത്യനെ മോശമാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വലിയ ആയുധമാണ്. പക്ഷെ അത് വെച്ച് അങ്ങോട്ട് ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു രാമൻ്റെ പേരിൽ ഒരു വികാരം ഇവിടെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മോദിക്ക് പോലും കഴിയാൻ പറ്റാത്തൊരു ലെവലിലേക്ക് അത് എത്തും. അതുകൊണ്ട് അത്രയും വലിയൊരു സ്റ്റെപ്പിലേക്ക് BJP പോകുമെന്നുള്ള എനിക്ക് സംശയം. ഇതിൽ ഉള്ള പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞല്ലോ, അയോധ്യ ക്ഷേത്ര നിർമ്മാണ സമിതിയുടെ ചെയർമാനായിട്ടുള്ളത് ഒരു IAS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പേര് നിവേന്ദ്ര മിശ്ര.
പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും വിശ്വസ്തനാണ്. അയാൾ വന്നിട്ടാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, ഈ കളവിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് രാഷ്ട്രീയ ലോകത്ത് അങ്ങനത്തെ ഒരു സംശയം വരാനായിട്ടുള്ള കാരണം. വേറൊരു കാരണം കൂടിയുണ്ട്. വേറൊരു കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി യുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് കൂടി. യു പിയിലാണത്, വാരണാസിയിലാണ്. അതെ, അതിൻ്റെ കാരണം അന്വേഷിച്ച് അവരുടെ തല പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ യോഗിയുടെ ഒരു പങ്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ഇടയിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും ഈ രാമൻ്റെ പേരിൽ വലിയ കൊള്ള നടത്തി കഴിഞ്ഞിട്ട് പിന്നെ രാമനെ കത്തിച്ച് മുന്നോട്ട് പോകാം എന്ന് അവർ വിശ്വസിച്ചിട്ട് കാര്യമില്ല. BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് അയോധ്യ എന്ന് പറയുന്ന ഒരു സമരമുഖം തുറന്നാണ്. ശരി, അത് വിശ്വാസത്തിൻ്റെ സമരമുഖമാണ്. ആ വിശ്വാസത്തിൻ്റെ സമരമുഖത്തിരുന്ന് അവർ ഇങ്ങനെയുള്ള കൊള്ള നടത്തിയാൽ അവർക്ക് അതിന് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതൊക്കെ ജീർണതയാണ്. ആ ജീർണത കാലം കൊണ്ടുവെക്കുന്നതായിട്ടുള്ള ജീർണതയാണ്. BJPയുടെ എല്ലാ വിശ്വാസ്യതയും തകർന്നു കഴിഞ്ഞിരിക്കും. മധ്യപ്രദേശിൽ അവരുടെ മുഖ്യമന്ത്രിയല്ലേ വലിയ അഴിമതിക്കാരനായപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലായിടങ്ങളിലും അഴിമതിക്കാരുണ്ടാവും. കോൺഗ്രസ് വളരെ വർഷങ്ങളോളം അഴിമതി നടത്തി ഇന്ത്യയുടെ ഭരണത്തിൽ നിന്ന് തെറിച്ചു വരാൻ അതേ പാതയിൽ BJP സഞ്ചരിക്കുന്നു. കേരളത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം വരെ CPMകാരെ അഴിമതിക്കാരാണെന്ന് പറയില്ലായിരുന്നു. അവർ അക്രമികളാണ്, ആളെ കൊല്ലുന്നവരാണെന്നേ പറയുള്ളായിരുന്നു. ഇപ്പോൾ അവർ അഴിമതിക്കാരാണ്. അങ്ങനെയാണ് ജനം വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിശ്വാസ്യത തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ അയോധ്യ സംഭവം കുറച്ചും കൂടി വ്യക്തമാക്കി തരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ലാസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ BJP പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 2 സീറ്റിൽ നിന്ന് പിന്നെ 82 സീറ്റിലേക്കും പിന്നെ ഇപ്പോൾ 303 സീറ്റിലേക്കും ഒക്കെ അവരെത്തിയതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മതപരമായ വിശ്വാസം കൊണ്ടുണ്ടാക്കിയൊരു പോളറൈസേഷൻ വോട്ടാണ്. ആ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്കയറ്റം കടക്കൽ കത്തിവെക്കുന്ന അല്ലെങ്കിൽ അതിനെ മുച്ചൂടും മുടിപ്പിക്കാൻ കഴിയുന്ന, ധാരണകളെ മുടിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അയോധ്യയിൽ ഉണ്ടായിട്ടുള്ള ഈ കളവെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം എത്രത്തോളം പ്രോപ്പറായി നിൽക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ചെന്നതിന്. അതുപോലെ ഒരു MP അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടത് വളരെ ഫലപ്രദമായി ഇത് കൃത്യമായി തുറന്ന് കാണിക്കാൻ, BJP തുറന്ന് കാണിക്കാനും BJPയുടെ ഈ പോളറൈസേഷൻ പൊളിറ്റിക്സും അതുപോലെ തന്നെ ഈ കപട ഹിന്ദു വിശ്വാസവും ഒക്കെ തന്നെ വെറും വേഷം കെട്ടാണെന്നും യഥാർത്ഥത്തിൽ ഇവർ പണവും അധികാരവും മാത്രമാണ് പ്രശ്നമെന്നും തുറന്ന് കാണിക്കാനുള്ള ഒരു വലിയ അവസരമാണിത്. വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അയോധ്യയിൽ നിന്ന് ഊറ്റം കൊണ്ട് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, വളർച്ചയുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി, ആ അയോധ്യയിലെ കളവുകളോടുകൂടി തന്നെ വേണമെങ്കിൽ വലിയ തോതിൽ അവരുടെ ഒരു കോർ വോട്ട് ബാങ്കിലും അവരുടെ ഈ പറയുന്ന പോലെ നട്ടെല്ലിനും ഒക്കെ തന്നെ വലിയ ആഘാതം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്.